സൂര്യരശ്മികളെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? വേനൽക്കാലം എന്നും ഇവർക്കൊരു പേടി സ്വപ്നമാണ്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാം. ശരത് തേനുമൂല. ഓപ്പറേഷൻ ജാവ സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് ഇദ്ദേഹം. ശരത്തിനെ കണ്ട് വിദേശിയാണെന്ന് തെറ്റിദ്ധരിച്ചവർ ഏറെയാണ്. എന്നാൽ അസൽ മലയാളിയാണ് ഇദ്ദേഹം. ആൽബിനിസം എന്ന രോഗാവസ്ഥയോട് ശരത് ഓരോ നിമിഷവും പോരാടുകയാണ്. ഇത് ആൽബിനിസം എന്നാണ് പറയുക. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് മെലാനിൻ പിഗ്മെൻറ്റ്, കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ്. ആ മെലാനിൻ പിഗ്മെൻ്റ് ഇല്ലാതെ ജനിക്കുന്ന ആളുകളെയാണ് ആൽബിനിസം എന്ന് പറയുക. അല്ലെ ആ അവസ്ഥേനെയാണ് ആൽബിനിസം എന്ന് പറയുക. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആൽബിനോസ് എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ കളർ കൊടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്ത് അൾട്രാ വയലറ്റ് റേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഈ ഒരു പിഗ്മെൻ്റ് തന്നെയാണ്. ചർമ്മം കറുപ്പ് നിറമായതിൻ്റെ പേരിൽ ധാരാളം പേർ സമൂഹത്തിൽ വിവേചനം നേരിടുന്നുണ്ട്. എന്നാൽ തൊലി വെളുത്തതിൻ്റെ പേരിൽ സമൂഹത്തിൽ വിവേചനം അനുഭവിക്കുന്ന ശരത്തിനെ പോലെയുള്ളവരുടെ വേദനകളെയും നമ്മൾ കാണാതെ പോകരുത്. ഞങ്ങൾ നേരിടുന്ന രണ്ട് തരം പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ കളറ് ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ കളറിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഇത് പടരുമോ എന്നുള്ള ഒരു പ്രശ്നം. പിന്നെ കുടുംബത്തിനകത്ത് വളരെ പെട്ടെന്ന് മറ്റാർക്കും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശാപം കിട്ടിയതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മറ്റാർക്കെങ്കിലും ഉണ്ടായതാണോ എന്നുള്ള ഓരോ ആളുകളുടെയും സാമൂഹിക പശ്ചാത്തലം അനുസരിച്ച് ആളുകൾ കളറിൻ്റെ പേരിലും ഇതുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെ കളിയാക്കുന്നു എന്നുള്ളത് ആണ് ഒരു സൈഡിലുള്ള പ്രശ്നം. വേനൽക്കാലങ്ങളിൽ പക്ഷിമൃഗാദികൾക്ക് കുടിവെള്ളം ഒരുക്കുമ്പോഴും നമ്മുടെ സഹജീവികളായ ആൽബിനിസം ബാധിതരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഉച്ചസമയം പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കാത്തതുകൊണ്ട് ഇവർ അടച്ചിട്ട റൂമുകളിലായിരിക്കും കഴിയുക. ഒരുതരം അജ്ഞാതവാസം. ശരത്തിനെ പോലെ ഇത്തരം വേദനകൾ അനുഭവിക്കുന്നവർ ധാരാളം നമുക്കിടയിലുണ്ട്. ഇവരുടെ വേദനകൾ കാണാതെ പോകരുത്. ക്യാമറമാൻ സജി പൂവത്തിങ്ങളോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കൊച്ചി.